ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആസൈ. ചിന്ന ചിന്ന ആസൈ എല്ലാവരും OTT റിലീസായതിനു ശേഷം ആ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എഴുതി ഇട്ടിരുന്നു ആ സമയത്ത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനെ താഴ്ത്ത് കൊടുക്കാം, താല്പര്യമുള്ളവർ വായിച്ചോ. ഞാൻ പക്ഷേ ചിന്ന ചിന്ന ആസൈനെ പറ്റി പറയാനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചിന്ന ചിന്ന ആസൈ കണ്ടിട്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഞാൻ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, ഇതുപോലൊരു സിനിമ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യെസ്, കണ്ടിട്ടുണ്ട്. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ഇറാനിയൻ മൂവി ഉണ്ട്. അതിൻ്റെ പേരാണ് മൈ ഫേവറേറ്റ് കേക്ക്, മൈ ഫേവറേറ്റ് മൂവി ആൾസോ. കിടിലം പടം, ഗംഭീര പടം എന്നൊന്നല്ല എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഈ സിനിമ ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഒരു മനോഹരമായിട്ടുള്ള സുന്ദരമായ ഒരു കവിത വായിക്കുന്ന പോലെ, മഞ്ഞുമൂടിയ ഹിൽ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിലേക്ക് ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ, അതുപോലെ ഒരു മനോഹരമായ ഒരു കവിത വായിക്കുന്ന പോലെ ഒരു കാൽപ്പനികമായ മൂവി. അതാണ് മൈ ഫേവറേറ്റ് കേക്ക്. ആകെ 2 കഥാപാത്രങ്ങളുള്ളൂ, മറിയം മൊഗദാം അതുപോലെ തന്നെ ബെഹ്താഷ് സനൈഹ. ഇവർ രണ്ടുപേരെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഒരു 74 വയസ്സുള്ള വാർദ്ധക്യം ബാധിച്ച ഒരു അമ്മച്ചി, ഒറ്റയ്ക്കാണ് താമസം. അവർ 2 മക്കളുണ്ട്, പുറത്താണ്. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയും പിന്നെ അവർക്ക് പ്രായമായല്ലോ എന്നുള്ള തോന്നലും ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കോംപ്ലക്സും അങ്ങനത്തെ ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി കാണാൻ തന്നെ എന്ത് സുന്ദരിയാണെന്നറിയോ. അവർ ചുമ്മാ പുറത്തേക്ക് അവർ പുള്ളി കളറിൽ ഉടുപ്പൊക്കെയാണ് ഇടുക. എന്നിട്ട് അവർ കുക്ക് ചെയ്യും, ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോവും. ഇങ്ങനെ സ്വന്തമായിട്ട് അവർ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പിന്നെ ഈ സിനിമേൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇങ്ങനെ കഥ മൊത്തം പറയാറില്ല, അപ്പോൾ പിന്നെ കാണുമ്പോൾ രസമല്ല. ഇത്രയേ ഉള്ളൂ ഈ അമ്മച്ചീൻ്റെ ഒരു ജീവിതമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ മൈ ഫേവറേറ്റ് കേക്കിൻ്റെ ആ ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ട് അവരെടുത്തിട്ട് വാരാണസിയിലേക്ക് കൊണ്ടുവച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ടും നല്ല സിനിമയായിരുന്നു. ഇനി ചിന്ന ചിന്ന ആസൈ 2 ദിവസം മുന്നേ OTT ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ അതായിട്ട് കണക്ട് ചെയ്യൊന്നും വേണ്ട. പക്ഷെ അത് കണ്ടവരാണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുക, കാണാത്തവർക്കും കാണാം. അപ്പോൾ മറ്റൊരു മനോഹരമായ ചിത്രത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും കാണാം.